Oh
Patra
Yeah.
Israel,
പരിശുദ്ധനായ
Adivana is so to be Naya, those in the
Oh
അപഹാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രഹസ്യ പ്രാർത്ഥനയിൽ കർത്താവേ, ഞങ്ങളുടെ പെരുന്നാളുകളെ നിന്റെ ബലിപീഠത്തിന്റെ കോണുകളോട് ചങ്ങലകളെ ബന്ധിക്കണമേ എന്ന രഹസ്യ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് കയറുന്നത്. ഈ പെരുന്നാളിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഇത് സംബന്ധിക്കുന്ന ഏവരെയും ബലിപീഠവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചങ്ങലയാണ് പെരുന്നാളിന്റെ വിശുദ്ധ കുർബാന. ഇന്ന് ഈ വിശുദ്ധ കുർബാന നേർച്ചയായി സംബന്ധിച്ചിരിക്കുന്നത് നമ്മുടെ മലയിൽ റോസിലായി പ്രിയപ്പെട്ട തമ്പാൻസാന്റെ കൊച്ചുമകൻ ജോ പോൾ പരിപാടിയുടെ നേർച്ചയായിട്ടാണ്. ആ ഭവനത്തോടും കുടുംബത്തോടും ആ മക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഈ വർഷത്തെ പെരുന്നാളിൻ്റെ പരിപാടികൾക്ക് പ്രധാന കാർമ്മികത്വം വെച്ച് അനുഗ്രഹിച്ചത് മലങ്കര സഭയുടെ സുൽത്താൻ ബത്തേരി മെത്രാസനത്തിന്റെ അധിപരും അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിന്റെ പ്രസിഡന്റുമായിരിക്കുന്ന അഭിമന്യ എബ്രഹാം എബിബാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. രാവിലെ തന്നെ ഇവിടെ എഴുന്നള്ളി തൊണ്ടയ്ക്കൽ ശബ്ദത്തിന്റെ പ്രശ്നം നേരിട്ടുവെങ്കിലും വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചു. ഈ പ്രസ്താവനയ്ക്ക് ശേഷം തിരുമനസിന്റെ പ്രത്യേകമായ സന്ദേശം ഉണ്ടായിരിക്കും. ഈ ശുശ്രൂഷകളിൽ വന്ന് സംബന്ധിക്കാം. ഏകദേശം 1 വർഷം മുമ്പ് ഞാനത് പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന ഞങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ചെന്നപ്പോഴാണ് 2015 മെയ് മാസം 9 ഞങ്ങളുടെ പെരുന്നാളിന് ഈ വർഷം തിരുമേനി സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് 2015 ഡയറി ഇറങ്ങിയിട്ടില്ല. എങ്കിലും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഡയറിയുടെ മറുവശത്ത് 2015 മെയ് 9 വെള്ളശ്ശേരി വിശുദ്ധ കുർബാന എന്ന് എഴുതി. അതിനുശേഷം പുതിയ ഡയറി എഴുതിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞാൽ പെരുന്നാളിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. മലങ്കര സഭയുടെ പ്രാർത്ഥനായോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗനിർദ്ദേശം നൽകുന്ന ശ്രേഷ്ഠ പിതാവാണ് മനസ്സുകൊണ്ട് ഇന്നിവിടെ എഴുന്നള്ളി ഈ വിശുദ്ധ ബലി അർപ്പിച്ച് നല്ലൊരു സന്ദേശം നൽകുന്നതോണം തിരുമനസ്സായ അഭിമന്യ എബ്രഹാമിനുള്ള നന്ദി കടപ്പാണ്. ഇടവകയ്ക്ക് വേണ്ടി, ഇടവക ജനങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വിശുദ്ധ കുർബാന നേർച്ചയായി സമർപ്പിച്ച ആ ഭവനത്തിന് വേണ്ടിയുള്ള നന്ദി കടപ്പാടും അന്ന് പിതാവിന്റെ ഭാഗത്തിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർമ്മിത്വം വഹിച്ച് അനുഗ്രഹിച്ചത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഈടവക മെമ്പറായി ബഹുമാനപ്പെട്ട തോമസ് കാപ്പക്കരച്ചനാണ്. ശാരീരികമായ പ്രയാസങ്ങളുണ്ടെങ്കിലും ഇത് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ സഹകാർമ്മിത്വം വഹിച്ച ഇടവക മെമ്പറായി ടി മാറ്റിസച്ചൻ, ഈ 2 വൈദിക ശ്രേഷ്ഠത്തോടുള്ള നന്ദി കടപ്പാട് പ്രത്യേകമായി അറിയിക്കുന്നു. ഇന്ന് സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച അതിനായ കുര്യൻ ജോസഫ് അച്ഛനോടുള്ള നന്ദി അറിയിക്കട്ടെ. വിശുദ്ധ കുർബാനയും തിരുമേനിയെ സഹായിക്കുവാൻ തക്കവണ്ണം സഹകാർമ്മിത്വം വഹിച്ച നമ്മുടെ ഇടവകയുടെ അഭിമാനം കൂടിയായ അതിനായ എബ്രഹാം അച്ഛനോടുള്ള നന്ദി കടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവിടെ നേർച്ചയായി കുർബാന ഉണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇവിടെ കുർബാന നേർച്ചയായി സമർപ്പിക്കപ്പെട്ടു. പ്രകാരം സമർപ്പിച്ച നേർച്ച നടത്തിയ ജോൺ മണി സമീപകൻ ജ്യോതി ആൻസോണി പാന്തവൈ സണ്ണി നേരത്തെ ജോസ്മേരിയ ഈ എല്ലാവരോടുമുള്ള നന്ദി കടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി വളരെ വിജയകരമായി നടത്തുവാൻ സഹകരിച്ച ഒരുപാട് പേരുണ്ട്. ഇന്നത്തെ റാസിയെ സംബന്ധിച്ച വലിയ ശ്രേഷ്ഠ, അതോടൊപ്പം തന്നെ റാസിയിലെ കുർബാനയെ സംബന്ധിച്ച ശുശ്രൂഷകന്മാർ, പ്രധാന ശുശ്രൂഷകൻ, അതോടൊപ്പം തന്നെ സന്ധ്യാ നമസ്കാരം റാസിയിൽ പങ്കെടുത്ത എല്ലാവരും, കുരിശെടുത്ത് റാസിക്ക് വളരെയധികം കൊഴുപ്പ് നൽകിയ നമ്മുടെ ജനപ്രസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങൾ, റാസിയെ സംബന്ധിച്ച് ഭക്ഷണം നൽകിയ ദിനകാല കുടുംബം അംഗങ്ങൾ ഇവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. റാസിയെ വഴി പല ആളുകളും സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ സ്വീകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് റാസ കടന്നു വന്നപ്പോൾ വെള്ളശ്ശേരി ശ്രീകൃഷ്ണദാസം NSS കരയോഗ അംഗങ്ങൾ നൽകിയ
ക്ലാസ് കഴിഞ്ഞ് വന്നവർക്ക് ലഘുഭക്ഷണം നൽകിയ ചാനൽ ജോൺ തോമസിനോട് കുടുംബത്തോട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ബുധനാഴ്ചത്തെ വാഹന ക്ലാസ് കഴിഞ്ഞ് വന്നവർക്ക് ഭക്ഷണം നൽകി. അതോടൊപ്പം തന്നെ നമ്മൾ ലൈവ് ടെലികാസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഓർത്തഡോക്സ് ടിവിയുടെ ഈ പ്രവർത്തകർക്കും അത് സ്പോൺസർ ചെയ്യുക ശ്രീ CC ചെറിയാനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പെരുന്നാളിന് ചെറുതുമായ സംഭാവന അനേകം ആളുകൾ തന്നിട്ടുണ്ട്. അവരെല്ലാവരോടും നന്ദി അറിയിക്കട്ടെ. പെരുന്നാൾ വെച്ചുകൂട്ടാൻ നേർച്ചയായി സമർപ്പിച്ചത് ചാനലിൽ പ്രിയപ്പെട്ട CC ജോർജ് ചാനൽ കുടുംബമാണ്. ആ കുടുംബത്തോടുള്ള നന്ദി കടപ്പാടും ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഇന്നത്തെ ഈ വെച്ചൂട്ടിന്റെ ഭക്ഷണം ക്രമീകരിച്ച് എനിക്ക് കാര്യം ശ്രമിച്ചുള്ള നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ ചെണ്ട ബാൻസെറ്റ് ശബ്ദവും വെളിച്ചവും ലൈറ്റ് ക്രമീകരണം ചെയ്തിരുന്ന സാരംഗ് സൗണ്ട് ഇവരോട് നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ പരിപാടികൾ എല്ലാം നടത്താൻ ഒരുപാട് പേരുടെ പ്രയത്നം ഇതിനകത്തുണ്ട്. നമ്മുടെ പെരുന്നാളിന് 3 ആർട്സ് ഉണ്ടായിരുന്നു. അത് സ്പോൺസർ ചെയ്തത് പ്രീമിയർ സർട്ടിഫിക്കറ്റ്സ്, മാർക്കിന സ്റ്റുഡിയോ, ECM കൺസ്ട്രക്ഷൻസ്. പ്രധാന ഫ്ലെക്സ് സ്പോൺസർ ചെയ്തത് CC ചെറിയാൻ, ഏതൻ കാറ്ററിംഗ്, ഈപ്പൻ കാറ്ററിംഗ്, NK കാറ്ററിംഗ്, വെസ്റ്റേൺ വില്ലേജ്, ഏജൻസീസ്, EC ജനറേറ്റർ. പോസ്റ്റർ സ്പോൺസർ ചെയ്തത് അന്നപൂർണ്ണ ജ്വല്ലറി എന്നിവരോട് നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഈ പോസ്റ്ററുകൾ സ്ഥാപിക്കുവാനും അത് ഒട്ടിക്കുവാനും ഫ്ലെക്സ് വെക്കുവാനും ഇടവകയിലെ ഒരു കൂട്ടം ആളുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ മാനിയപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഒരു കൂട്ടം ആളുകൾ അസാധ പരിശ്രമം ചെയ്ത് വ്യാപകരാണ് അധ്വാനിച്ചു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നു. അവരെല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് നമ്മൾ 2 പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഒന്ന്, നേരത്തെയുള്ള തീരുമാനം അനുസരിച്ച് ഇവരുടെ ചരിത്രമടങ്ങിയ ഡോക്യുമെന്ററിയുടെ CD-യുടെ പ്രകാശനം, അതോടൊപ്പം തന്നെ നമ്മുടെ ബാലസമാജ കുഞ്ഞുങ്ങൾ യോഗി സഭയുടെ പടം, അത് പുറകിലെ അപേക്ഷകളും എഴുതിയ ഒരു കാർഡ് കഴിയുന്നില്ലാത്തത് അത് ഇന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ 2 ചടങ്ങുകൾക്കും സഹായിച്ച ബാലസമാജ പ്രവർത്തകരോട്, പ്രത്യേകിച്ച് ഡോക്യുമെന്ററിയുടെ പ്രവർത്തനത്തിൽ വ്യാപകമില്ലാതെ അന്വേഷണ പരിശ്രമം ചെയ്ത് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ പെരുന്നാൾ വിളിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ യുവജന പ്രസ്ഥാനങ്ങൾ സഹകരിച്ചു. അവരെല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കട്ടെ. ഈ കാര്യങ്ങൾക്കൊക്കെയും നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇടവക ട്രസ്റ്റി പ്രിയപ്പെട്ട ജോർജ് സാർ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. വളരെ ആത്മാർത്ഥമായി കാര്യങ്ങൾ നിർവഹിച്ച ട്രസ്റ്റി ജോർജ് സ്ഥാനോടും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ട്രസ്റ്റി CK മാത്യു അവരോടും ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി ഞങ്ങളോടും കഴിഞ്ഞ വർഷത്തെ മാനേജിംഗ് കമ്മിറ്റി ഞങ്ങളോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് നടത്തുവാനൊക്കെ ഇവിടുത്തെ ആത്മീയ സംഘടനകളെല്ലാം തന്നെ സഹായിച്ചു. പ്രാർത്ഥനയോടും വിവിധ സ്ഥലങ്ങളിൽ അവരുടെ ആശംസ അറിയിച്ചുകൊണ്ടുള്ള ബാനറുകൾ കെട്ടി മാർത്തമറിയം സമാജം, ബാലസമാജം, സൺഡേ സ്കൂൾ എന്നീ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോട് നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മാറ്റിക്കൂട്ടിയത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സേവനങ്ങളായ ഗാനങ്ങളാണ്. നേതൃത്വം നൽകിയ എല്ലാവരെയും അത് സംബന്ധിച്ച കുഞ്ഞുങ്ങളോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്നലെ ഇവിടെ വെടിക്കെട്ട് ആഴ്ചയുണ്ടായിരുന്നു. അത് നടത്തിയുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും മുത്തുക്കുടകളും ഒരുപാട് സാധനങ്ങൾ നേർച്ചയായിട്ട് നൽകിയിട്ടുണ്ട്. ആ നേർച്ച നൽകിയതോടും ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വെച്ചതിനാവശ്യമായ അരി നേർച്ചയായി നൽകിയ എല്ലാവരോടുള്ള നന്ദി കടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഓർത്തഡോക്സ് ടിവിയുടെ പ്രവർത്തകരാണ്. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ www.orthodox.tv എന്ന സൈറ്റ് ഓൺ ചെയ്താൽ 2-3 ദിവസങ്ങൾക്കകം നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പൂർണ്ണമായ രൂപം നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കണം. നമ്മുടെ വിശേഷത്തിൻ്റെ മുമ്പിൽ യുവജന പ്രസ്ഥാന കുഞ്ഞുങ്ങളുടെ പ്രത്യേകമായ അദ്ദേഹം അനുസരിച്ച് പൂ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ ചെയ്ത യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരിക്കൽ കൂടി ഞാൻ അർത്ഥമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇന്ന്
റാസയ്ക്ക് ശേഷം വൈകിട്ട് നമ്മുടെ പന്തലിൽ വെച്ച് ഇന്ന് പ്രകാശനം ചെയ്യുന്ന CD-യുടെ പ്രോഗ്രാം കാണിക്കുന്നതാണ്. അതിനുശേഷം CD ക്രമീകരിച്ചതിന് ശേഷമേ വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാകുകയുള്ളൂ. റാസ കഴിഞ്ഞ എല്ലാവർക്കും ആ CD-യുടെ ഇന്നത്തെ പ്രോഗ്രാം കാണാനായിട്ടുള്ള അവസരമുണ്ട് എന്ന സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ. ഈ പെരുന്നാളിൻ്റെ പരിപാടികൾ ഇന്നോട് തീയതി നാളെ കൊടിയിറക്കപ്പോഴാണ് തീരുന്നത്. വൈകിട്ട് 4 മണി മുതൽ റാസ ആരംഭിക്കുകയാണ്. കൃത്യം 4 തന്നെ എല്ലാവരും പള്ളിയിൽ എത്തിച്ചേരണം. പള്ളിയിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ സാധാരണ പോകുന്ന റോഡിൽ കൂടെ പോയി ഇവിടെ തിരിച്ചെത്തി സന്ധ്യാ നമസ്കാരത്തോടെ അവസാനിക്കും. അതിനുശേഷം നാളെ കുർബാനയ്ക്ക് ശേഷം കൊടി ഇറക്കുന്നതോടു കൂടിയാണ് ഈ പരിപാടികളൊക്കെ സമാപിക്കുന്നത്. ഇതുമായി സഹകരിച്ച ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെയുള്ള യുവപ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ ഈ കോട്ടപ്പാട്ട് ജംഗ്ഷനിൽ ഭക്ഷണവും വെള്ളവും കൊടുത്തു. അത് തീർച്ചയായും സമർപ്പിച്ച പ്രിയപ്പെട്ട അന്വേഷണാർത്ഥികളാണ്. ആ മാനോട് കുടുംബത്തോട് നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ചെറുതും വലുതുമായി ഈ പരിപാടികളെ സഹായിച്ച എല്ലാവരും ആരെയും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അനുഭവമല്ല, സദയം ക്ഷമിക്കണം. ആരെയും വിട്ടുപോയിട്ട് ഓർപ്പിച്ച നാളത്തെ കുർബാനി പ്രത്യേകമായി നന്ദി അറിയിക്കുന്നതാണ്. പിന്നെ തിരുമനസ്സുകൊണ്ട് ഇപ്പോഴവർക്ക് ആവശ്യമായ സന്ദേശം നൽകും. ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കാൻ സഹായിച്ച ദൈവത്തെ നന്ദിയോട് സ്തുതിച്ചുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ കടന്നു വന്ന ഈ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരോടും ഈ ഇടവദിനങ്ങൾ മാത്രമല്ല സമീപ ഇടവകളിൽ നിന്നും ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. നാളെ ആരെങ്കിലും പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആർക്കെങ്കിലും നന്ദി പറയാനായിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുക. നാളത്തെ കുർബാന കൂടിയാണ് പെരുന്നാൾ അവസാനിക്കുന്നത്. നാളെ അത് വിട്ടുപോയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നൽകാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ മനസ്സുകൊണ്ട് ഇപ്പോഴത്തെ പെരുന്നാൾ സന്ദേശം എനിക്കെല്ലാം തൊണ്ടയുടെ അസ്വസ്ഥതയുള്ളതുകൊണ്ട് തോമസ് കൊക്ക പെരുന്നാൾ സന്ദേശം